ശ്രീകാന്ത്, ഈ BCCI സമാനമായ ഒന്നാണ്. ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഏറ്റവും സജീവമായി ഏറ്റവും കൂടുതൽ താരങ്ങളെ ഉണ്ടാക്കിയെടുത്ത ഒരു കാലമാണ് കടന്നുപോയത്. ആ സമയത്തൊക്കെയും 3 ടീമുകളെ 3 പരമ്പരയ്ക്ക് വിട്ടാലും കിരീടം നേടി തിരിച്ചു വരും എന്ന ആത്മവിശ്വാസം മുഴുവൻ ആരാധകർക്കും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാം തലമുറയെ വാർത്തെടുക്കുന്നു എന്നതിനർത്ഥം അതിന് സമാനമാണല്ലോ. അതായത് മികവുള്ളവർ, അടിത്തട്ടിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിറവേറ്റിയവർ, അവരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം BJPക്കുണ്ട് എന്നുകൂടി വ്യക്തമാവുകയല്ലേ ഈ നീക്കത്തിലൂടെ? തീർച്ചയായും കൃഷ്ണരാജ്, ഇന്ന് രാവിലെ നമ്മൾ BJPയുടെ ഡൽഹിയിലെ ഒരു സാധാരണ പ്രവർത്തകയെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്. പുതിയൊരു വർക്കിംഗ് പ്രസിഡന്റ് വരുന്നു, അദ്ദേഹം ഭാവിയിൽ ഒരു പക്ഷേ അധ്യക്ഷനായി തന്നെ വന്നേക്കാം, അതിൻ്റെ ആദ്യ ചുവടായി അദ്ദേഹത്തെ നിയോഗിച്ചതുമാകാം. പക്ഷേ 45 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ ചെറിയ പ്രായത്തിൽ BJP പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയെ അദ്ദേഹം എങ്ങനെ നയിക്കും? ഇതായിരുന്നു ചോദ്യം. അതിന് അവർ പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ്. അതായത് നേതാക്കൾക്കുള്ള അതേ ദീർഘവീക്ഷണം, നേതാക്കൾക്കുള്ള അതേ വിശ്വാസം അണികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അവർ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: BJPയിൽ പ്രായമല്ല ചുമതലയിലേക്ക് വരുന്നതിന് മാനദണ്ഡം, പകരം പെർഫോമൻസ് ആണ് എന്നുള്ളതാണ്. എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് BJPയിൽ ചുമതലകൾ കിട്ടാൻ പ്രധാനപ്പെട്ട ഘടകം എന്നാണ് അവർ പറഞ്ഞ മറുപടി. അതായത് ഒരു സാധാരണ പ്രവർത്തകയ്ക്ക് പോലും അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ പാർട്ടി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ കാര്യം. ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് നിന്നും, ഏറ്റവും അതിപിന്നോക്കം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് നിന്നും, ആരുടെയും കണ്ണുകളിൽ പെടാത്ത, ക്യാമറ കണ്ണുകളിൽ പെടാത്ത, വലിയ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കാത്ത ഒരു നേതാവ്, ഒരു 45-കാരൻ വരികയാണ്. ആ സമയത്ത് പാർട്ടി അതിനെ മാർക്കിടാൻ പാർട്ടി നോക്കിയത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രമായിരുന്നു. ഒരേ മണ്ഡലത്തിൽ നിന്നും, ബാങ്കിപ്പൂർ എന്ന് പറയുന്ന ഒരേ മണ്ഡലത്തിൽ നിന്നും 4ാം തവണയാണ് അദ്ദേഹം ജയിച്ചു കയറുന്നത്. ഒപ്പം തന്നെ മന്ത്രിയായിരുന്നു കൊണ്ട് അങ്ങേയറ്റം മികവ് പുലർത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. മറ്റൊന്നുകൂടിയുണ്ട്, അദ്ദേഹം യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗലിൽ നിന്നും ഛത്തീസ്ഗഡ് തിരിച്ചു പിടിക്കണം, കോൺഗ്രസ് ഭരണത്തിൽ നിന്നും ഛത്തീസ്ഗഡിനെ മോചിപ്പിക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചപ്പോൾ പാർട്ടി അതിന് കണ്ടെത്തിയ ഏക മുഖം അത് നിതിൻ നവീൻ്റേതായിരുന്നു. പാർട്ടി അർപ്പിച്ച ആ വിശ്വാസം ഛത്തീസ്ഗഡിൽ പൂവണിയിച്ചുകൊണ്ടാണ് നിതിൻ നവീൻ തിരിച്ചെത്തുന്നത്. ആ ഒരു വിശ്വാസം പാർട്ടി അദ്ദേഹത്തിന് മുകളിൽ വെച്ചിരുന്നു. അതായത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പറയും. ആ രാഷ്ട്രീയം, പെർഫോമൻസിന്റെ രാഷ്ട്രീയം, അതാണ് BJP ഇക്കാര്യത്തിലും നോക്കിയിരിക്കുന്നത്. നിതിൻ നവീൻ്റെ പ്രായം ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായിരിക്കില്ല. കാരണം BJP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാജ്യം മുഴുവൻ നയിക്കാൻ 45-കാരനോ എന്ന ചോദ്യം ഉയരാം. അവർക്ക് മുന്നിൽ വയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് കാർഡ്, മികവുറ്റ പ്രോഗ്രസ് കാർഡ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ചുമതലകൾ നിശ്ചയിക്കുന്നു. 45-കാരൻ കടന്നു വരുന്നു, 4 തവണ MLA, യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, മന്ത്രി, ഛത്തീസ്ഗഡിൻ്റെ പ്രഭാരിയായിരുന്ന് നേടിയ വിജയം, അങ്ങനെ ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ച വ്യക്തി വരുന്നു. നിതിൻ ഗഡ്കരി പണ്ട് BJPയുടെ ദേശീയ അധ്യക്ഷനായി കടന്നു വരുമ്പോൾ ഉയർന്ന ഒരു ചോദ്യമുണ്ട്. മഹാരാഷ്ട്രയിൽ മന്ത്രിയൊക്കെ ആയിരുന്നിട്ടുണ്ട് അദ്ദേഹം. ഈ മേൽപ്പാലങ്ങളൊക്കെ തന്നെ പണിത് വളരെയധികം മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നയാളാണ്. RSSുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നയാളാണ് നിതിൻ ഗഡ്കരി. പക്ഷേ അതിനപ്പുറത്തേക്ക്, റെസ്റ്റ് ഓഫ് ഇന്ത്യ, മഹാരാഷ്ട്രയ്ക്ക് പുറത്തേക്ക് നിതിൻ ഗഡ്കരിയെ അറിയാവുന്ന ആളുകൾ വിരളമായിരുന്നു എന്നോർക്കണം. അതിനുശേഷം അദ്ദേഹം BJPയുടെ തലപ്പത്തേക്ക് വരുന്നു. BJP അദ്ദേഹം കൃത്യമായി സംഘടനാ ചട്ടക്കൂട് നുള്ളിൽ BJPയെ നിർത്തി ഈ സംവിധാനത്തെ അദ്ദേഹം നയിക്കുന്നു. BJPയെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ വരെ അദ്ദേഹത്തിന് അങ്ങേയറ്റം പരിശ്രമിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ കൃഷ്ണരാജ്, നിതിൻ ഗഡ്കരിയെ അറിയാത്ത ഒരാൾ പോലും ഈ രാജ്യത്തില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് വരെ പ്രിയപ്പെട്ട മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് നിതിൻ ഗഡ്കരി എന്ന് തന്നെ പേര് പറയുന്ന തരത്തിലേക്ക് നിതിൻ ഗഡ്കരി വളർന്നു കഴിഞ്ഞു. അതായത് BJPയുടെ RSSന്റെ ആവനാഴിയിൽ ഇതുപോലെയുള്ള അനവധി ആളുകൾ ഉണ്ട്. അവരെയെല്ലാം ഓരോ ഘട്ടങ്ങളിലായി ഓരോ പദവികളിലേക്ക് നിയോഗിച്ച് അവരെ വളർത്തിയെടുക്കുന്നതിൽ വളരെ സൂക്ഷ്മത ഈ പാർട്ടിയും ഈ സംഘടനയും പുലർത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിതിൻ ഗഡ്കരിയാണ്. ഇതാ മറ്റൊരാൾ
മറ്റൊരാൾ കൂടി കടന്നു വരുന്നു. ബീഹാറിൻ്റെ മണ്ണിൽ നിന്നും ലോക് നായക് ജയപ്രകാശ് നാരായണൻ്റെ മണ്ണിൽ നിന്നും കർപ്പൂരി ഠാക്കൂറിൻ്റെ മണ്ണിൽ നിന്നും ഇതാ മറ്റൊരാൾ കൂടി കടന്നു വരുന്നുണ്ട്. അത് നിതിൻ നവീനാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഈ കേന്ദ്ര കാര്യാലയത്തിലേക്ക് എത്തും. ശ്രീകാന്ത്, അതായത് 4 വട്ടം തുടരെ MLA, പിന്നീട് യുവജന സംഘടനയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ദേശീയ ജനറൽ സെക്രട്ടറി, പടിപടിയായി ബീഹാർ ജില്ലാ അധ്യക്ഷനാകുന്നു യുവമോർച്ചയുടെ, പിന്നീട് ഛത്തീസ്ഗഡിൻ്റെ സഹപ്രഭാരിയും അതിനുശേഷം ഛത്തീസ്ഗഡിൻ്റെ പ്രഭാരിയും ആയി മാറുന്നു. നോക്കൂ, അടിക്കടി വച്ച് പതിയെ മുകളിലേക്ക് പടവുകൾ കയറി വന്നൊരു നേതാവ്. ആരും ശ്രദ്ധിച്ചില്ല എന്നത് അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ ഈ പാർട്ടിയിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ കൂടി BJP. മറ്റൊന്ന്, കുടുംബാധിപത്യത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധിയായാൽ എല്ലാമായി എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് നേരെ കൂടി വിരൽ ചൂണ്ടുന്നില്ലേ BJPയുടെ ഈ തീരുമാനം? കൃഷ്ണരാജ്, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നിതിൻ നവീൻ എന്ന് പറയുന്ന വ്യക്തി BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ റഡാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ സ്ഥാനക്കയറ്റം. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും വിലയിരുത്തി, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനവും മാർക്കിട്ട് ഏറ്റവും ഒടുവിൽ അവർ നൽകിയിരിക്കുന്നത് ഒരു ചെറിയ ചുമതലയല്ല എന്നോർക്കണം. ഒരു 45-കാരന് വെച്ച് നീട്ടുന്ന ബാറ്റൺ എന്ന് പറയുന്നത് അത് നിസ്സാരപ്പെട്ട ഒരു ചുമതലയല്ല. ജനാകൃഷ്ണമൂർത്തിയെ പോലെ, അടൽ ബിഹാരി വാജ്പേയിയെ പോലെ, LK അഡ്വാനിയെ പോലെ, നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കൾ കൊണ്ടു നടന്ന പാർട്ടിയെ ഇനി അങ്ങോട്ട് നയിക്കാനുള്ള നേതൃത്വമാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു ദിവസം എടുക്കുന്ന തീരുമാനമായിരിക്കില്ല അത്. അവരുടെ മനസ്സിൽ ആ പേരുണ്ടായിരുന്നിരിക്കണം. അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും കൊടുത്ത് അദ്ദേഹം അതിൽ മികവിൽ മികച്ചത് എന്നവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം അവർ ഈ ചുമതലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയുണ്ടായത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കുടുംബാധിപത്യം പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. നിതിൻ നവീൻ കടന്നു വരുന്നത്, അദ്ദേഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് RSS തന്നെയാണ്. ഏതാണ്ട് 10 വർഷത്തിലേറെ RSSൽ സജീവമായി പ്രവർത്തിച്ച ശേഷമാണ് നിതിൻ നവീൻ BJPയുടെ ചുമതലയിലേക്ക്, യുവമോർച്ചയുടെ ചുമതലയിലേക്ക് എത്തുന്നത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് BJPയിൽ തൻ്റെ സ്ഥാനം അദ്ദേഹം വെട്ടിപ്പിടിച്ചതും ഇപ്പോഴിതാ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ചുമതലയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതും. അതായത് ഏതെങ്കിലും തരത്തിൽ നൂലിൽ കെട്ടിയിറക്കിയ വ്യക്തിയല്ല, കുടുംബ മഹിമയുടെ പേരിൽ ചുമതലയിലേക്ക് വന്നതല്ല അദ്ദേഹം എന്ന് വ്യക്തമാകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ട പേരുകൾ ധർമ്മേന്ദ്ര പ്രധാന്റെയും ഭൂപേന്ദ്ര യാദവിൻ്റെയും ശിവരാജ് സിംഗ് ചൗഹാന്റെയും ഒക്കെ പേരുകളാണ്. പക്ഷേ അതിനുമെല്ലാം അപ്പുറം കണക്കുകൂട്ടൽ BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, കുടുംബാധിപത്യം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ നടത്തുന്നത് പോലെയുള്ള കുടുംബാധിപത്യ പ്രവണത അനുവദിക്കാതെ ഇതാ ഇപ്പോൾ നിതിൻ നവീനെ BJP തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വരവിനായി കാക്കുകയാണ് BJP പ്രവർത്തകർ. മറ്റൊന്ന്, ശ്രീകാന്ത്, നരേന്ദ്രമോദിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് കേൾക്കുന്നു. അതായത് തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട്, മികവ് കൊണ്ട് ജീവിക എന്നൊരു പദ്ധതി ബീഹാറിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തിയ ഒരാൾ എന്ന നിലയിൽ അങ്ങനെ നരേന്ദ്രമോദി ഏറെ നിരീക്ഷിച്ച ഒരാൾ കൂടിയായിരുന്നു നിതിൻ നവീൻ എന്ന് കേൾക്കുന്നുണ്ട്. അതായത് പ്രവർത്തനമാണ് പ്രധാനം, വാക്കുകളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോകളിൽ ഇടം പിടിക്കുന്നത് കൊണ്ട് ഒന്നുമാകുന്നില്ല. മാറി നിന്ന്, ഈ ദേവേന്ദ്ര ഫട്നാവിസിനെ കുറിച്ചും അങ്ങനെ കേട്ടിട്ടുണ്ട്, മാറി നിന്ന് കൃത്യമായി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്ന തന്ത്രം മെനഞ്ഞവരൊക്കെയും BJPയുടെ മുഖ്യധാരയിൽ ഇന്ന് സജീവമാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നുവോ നിതിൻ നവീൻ? കൃഷ്ണരാജ്, ഒന്നോർക്കണം, അതായത് ബീഹാറിൽ ബീഹാർ പിടിക്കുന്നത് ഇത്തവണ സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും വോട്ട് കൊണ്ടാണ്. സ്ത്രീകളും യുവജനങ്ങളും BJPയെ അങ്ങേയറ്റം അനുഗ്രഹിച്ചതിൻ്റെ ഫലമായാണ് BJP ബീഹാർ തൂത്തുവാരുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച IQ അത് നിതിൻ നവീൻ്റേതാണ് എന്ന കാര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് സംശയമില്ല. കാരണം സ്ത്രീകളുടെ വോട്ടുകൾ നേടുന്നതിന്, യുവാക്കളുടെ വോട്ടുകൾ നേടുന്നതിന് അവരുടെ മനസ്സറിഞ്ഞുള്ള പ്രവർത്തനം നടത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരുപക്ഷെ കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം.
അതിനെ തുടർന്നായിരിക്കാം മറ്റുള്ളവരൊന്നും കാണാതെ പോയ മറ്റ് മാധ്യമ ലോകത്തിനോ രാഷ്ട്രീയ വിശാരദന്മാർക്കോ കണ്ടെത്താൻ കഴിയാതെ പോയ ഒരു മുഖം, ഒരു ഫേസ് BJPയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്. അതായത് വർക്കിംഗ് പ്രസിഡന്റ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചുമതല എന്ന രീതിയിൽ വച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യത്തിൽ സംശയം വേണ്ട, അദ്ദേഹം BJPയുടെ ഭാവി അധ്യക്ഷൻ എന്ന രീതിയിലേക്ക് ആദ്യ ചുവടുവയ്പ്പാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അദ്ദേഹം പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിലും സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, ബീഹാറിൽ അദ്ദേഹം കാഴ്ചവെച്ച പാർട്ടിക്ക് അടിത്തറ പാകിയ പ്രവർത്തന ശൈലി ഒരു പക്ഷേ BJPയെ, കേന്ദ്ര നേതൃത്വത്തെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശേഷിച്ചും ആകർഷിച്ചിട്ടുണ്ടാകണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇനി അങ്ങോട്ട് ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കാൻ പോകുന്നത് ഇവിടുത്തെ ജൻസിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വനിതകളുമാണ്, സ്ത്രീകളുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ ഒരു നിശ്ചയദാർഢ്യം, അവർക്ക് വേണ്ടി പ്രവർത്തിച്ച പരിചയമുള്ള, അവരെ കരുതലോടെ കണ്ട് പരിചയമുള്ള, അവർക്ക് വേണ്ടി കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് പരിചയമുള്ള ഒരാളെ തന്നെ പാർട്ടിയുടെ ചുക്കാൻ ഏൽപ്പിക്കുകയാണ് പാർട്ടി. ഇതാ നിതിൻ നവീൻ കടന്നു വരാൻ അല്പസമയത്തിനകം കടന്നു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് എത്താൻ വൈകിപ്പോയി. അദ്ദേഹത്തിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തടസ്സം നേരിട്ടിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം എത്തി. ഇപ്പോൾ ഈ കേന്ദ്ര കാര്യാലയത്തിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം. BJPയുടെ എല്ലാ നേതാക്കളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നേരത്തെ JP നദ്ദ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. BJP ദേശീയ അധ്യക്ഷനാണ്. BJPയുടെ സംഘടനാ സെക്രട്ടറി BL സന്തോഷ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെയുണ്ട്. BJPയുടെ വക്താക്കൾ, മറ്റനേകം നേതാക്കൾ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. കാരണം അടുത്ത ഘട്ടത്തിൽ ഈ ഒരു ചടങ്ങിനൊരു വലിയ പ്രത്യേകതയുണ്ട് കൃഷ്ണരാജ്. കാരണം ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ചുമതല മാറ്റമല്ല, നേരെ മറിച്ച് ഒരു തലമുറ മാറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പുതിയൊരു തലമുറയിലേക്ക് ബാറ്റൺ കൈമാറുന്നു. കൃഷ്ണരാജ് ഇതാ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിതിൻ നവീൻ കടന്നു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വരുന്നതിന് വേണ്ടി ഇപ്പോൾ കേന്ദ്ര കാര്യാലയത്തിലെ ഗേറ്റുകൾ ഇപ്പോൾ തുറന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. നിതിൻ നവീൻ്റെ വരവിന് വേണ്ടി ഇപ്പോൾ കേന്ദ്ര കാര്യാലയത്തിൽ പൂർണ്ണമായ സുരക്ഷ ഒരുക്കി നിന്ന സെക്യൂരിറ്റി ഗാർഡ്സ് മുഴുവൻ അണിനിരന്നിട്ടുണ്ട്. ഈ കേന്ദ്ര കാര്യാലയത്തിലെ ഗേറ്റുകൾ മലർക്കെ തുറന്നിരിക്കുന്നു.